കാരുണ്യവാനായ കർത്താവെ, അങ്ങയുടെ അനന്ത കാരുണ്യത്തിനു മുൻപിൽ നിത്യജീവൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല ദൈവജനത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. തിന്മയെയും അവിടെ അരൂപികൾക്കെതിരെ പടപൊരുതുവാൻ ഈ കാലഘട്ടങ്ങളിൽ കൃപ ലഭിക്കുവാൻ ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ അനന്ത കാരുണ്യത്തിനു മുൻപിൽ, അങ്ങയുടെ അനന്ത സ്നേഹത്തിനു മുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പിശാചിനെയും അവൻ്റെ കുടിലതന്ത്രങ്ങളെയും എതിർക്കുവാൻ ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആത്മീയ അധികാരങ്ങളും ആത്മീയ അവകാശങ്ങളും ഞങ്ങൾ ഉപയോഗിക്കാനുള്ള കൃപ നൽകണമേ. സ്നേഹത്തിലും ദൈവത്തിൻ്റെ കൃപയിലും ആശ്രയിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് ഈ സമയം തിന്മയുടെ രൂപികളിൽ നിന്ന് പടപുരുതി ജയിക്കാനുള്ള ഒരു ആത്മീയ ചിന്ത പങ്കുവയ്ക്കാൻ എന്നെയും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകല ദൈവജനത്തെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അമ്മ ഈ സമയം ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവജനമേ, ഈ 2022 കാലഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പോരാട്ടത്തിൻ്റെയും വിജയത്തിൻ്റെയും കാലഘട്ടമാകട്ടെ. എന്തിനു വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാകണം? യഥാർത്ഥത്തിൽ നമ്മളെല്ലാം ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് എത്തിച്ചേരാതിരിക്കാൻ നമ്മൾക്കെതിരെ പടപൊരുതുന്ന തിന്മയുടെ ശക്തികൾക്കെതിരെ പോരാടാനും അതുപോലെ ആത്മീയ സമ്പത്ത് ഉപയോഗിച്ച് ഈ കാലഘട്ടത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം പങ്കുവയ്ക്കാനും സാധിക്കണം. എങ്ങനെയാണ് ഈ കാലഘട്ടത്തെ നമുക്ക് സ്വന്തമാക്കാൻ പറ്റുക? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം 20-ാം വാക്യം പറയുന്നുണ്ട്, സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിന് നിന്റെ കാൽ കീഴിക്കൊണ്ട് തകർത്ത് കളയും. ദൈവം സമാധാനത്തിൻ്റെയാണ്, കോലാഹലത്തിൻ്റെ അല്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈശോ പറയുകയാണ്, ഈ കാലഘട്ടങ്ങളിൽ നീ സമാധാനത്തിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അവനെ ദൈവമായി അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ, യേശുവിനെ ദൈവമായി അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ജീവിതത്തിൽ പിശാചിനെ നിന്റെ കാൽക്കീഴിൽ കൊണ്ടുവന്ന് ദൈവം തകർത്ത് കളയുന്ന ചില ദൈവീക അനുഭവങ്ങളുടെ കാലഘട്ടമായിട്ട് ഈ കാലഘട്ടം മാറും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്ക് ശ്രദ്ധാപൂർവം പ്രാർത്ഥനാപൂർവം ഈ ഓരോ വാക്കുകളും വചനങ്ങളും നമുക്ക് ശ്രമിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈ കാലഘട്ടങ്ങൾ ഒത്തിരി തിന്മയുടെ പോരാട്ടത്തിൻ്റെ കാലഘട്ടമാണ്. നമുക്കറിയാം, സ്പിരിറ്റ് അത്രമാത്രം ഇന്ന് ഈ ലോകത്തെ ഗൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, ഇന്ന് കുഞ്ഞുങ്ങളെ ആയാലും തിന്മയുടെ രൂപികൾ ഒത്തിരി മാത്രം പീഡിപ്പിക്കുന്നുണ്ട്. യുവജനങ്ങളെ വഴിതെറ്റിക്കുന്ന ഒരു തിന്മയുടെ കാലഘട്ടം, കുടുംബങ്ങളിൽ സമാധാനമില്ലാത്ത അവസ്ഥയിൽ പിശാച് കയറി വരുന്ന ചില അവസ്ഥകൾ, ഇതാണ് ഈ കാലഘട്ടത്തിൽ മാറ്റേണ്ടത്. ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് പൈശാചിക ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള 10 വഴികൾ നമുക്കൊന്ന് ചിന്തിക്കാം. നമുക്കറിയാം, ഈശോ തന്നെ പിശാചിനെ എതിർക്കാൻ ചില കാര്യങ്ങൾ ദൈവവചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവനായിരിക്കുന്ന ഇടങ്ങൾ എപ്രകാരമാണ്, അവൻ്റെ അവസ്ഥകൾ എപ്രകാരമാണ്. അതുകൊണ്ട് ഇതിനെ എതിർക്കാൻ ദൈവീകമായ ചില നിലപാടുകൾ, ദൈവീകമായ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ പിശാചിനെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റും. നമുക്കറിയാം, 10 പ്രമാണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുകയാണ് 10 വഴികളാണ് പിശാചിനെതിരെ പടപൊരുതാനുള്ള. പൈശാചിക ആക്രമണങ്ങൾ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ ജീവിതത്തിലോ ഉണ്ടെങ്കിൽ അതിനെതിരിടാനുള്ള 10 വഴികളാണ് ഇന്ന് നിത്യജീവൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല ദൈവജനത്തിനു വേണ്ടി പങ്കുവയ്ക്കപ്പെടുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ടത്, യേശുവിന് നിന്റെ ജീവിതത്തിൽ എപ്രകാരം സ്ഥാനമുണ്ട്? യേശു ആരാണ് നിന്റെ ജീവിതത്തിൽ? നീ കേട്ട ഒരു സങ്കല്പമാണോ? നീ അറിഞ്ഞ ഒരു കഥയാണോ? അല്ലെങ്കിൽ നീ എപ്പോഴെങ്കിലും എടുത്ത് ബൈബിൾ വായിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ? നിനക്ക് യേശു നിന്റെ ജീവിതത്തിൽ ആരാണ്? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 10 വഴികൾ കേൾക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ യേശുവിനുള്ള സ്ഥാനം എപ്രകാരമാണ്? 1-ാം സ്ഥാനം യേശുവിന് നീ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും തിന്മയുടെ അരൂപികൾക്ക് നിന്റെ ജീവിതത്തിൽ കടന്നു വരാനുള്ള തടസ്സമായിട്ട് മാറുക. നമുക്കറിയാം, യേശു കടന്നു പോകുന്ന ഇടങ്ങളിൽ പിശാച് ബാധിതർ വരുമ്പോൾ യേശുവിൻ്റെ ദർശനം അല്ലെങ്കിൽ യേശുവിൻ്റെ വരവ് അവരെ ഒത്തിരി അസ്വസ്ഥപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് 1-ാമത്തെ കാര്യമായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ എപ്രകാരം നമ്മൾ സ്നേഹിക്കുന്നു, യേശുവിനുള്ള സ്ഥാനം എന്താ? അതുകൊണ്ട് 1-ാമത്തെ വഴി നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, യേശുവിലും അവിടുത്തെ പരിശുദ്ധിയിലും നീ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടോ? പല കാര്യങ്ങളിൽ നിന്ന് പലർക്കും പല ശ്രദ്ധയാണ്. എന്നാൽ നിന്റെ ദൈവത്തിൽ നീ വിശ്വസിക്കുന്ന
ദൈവത്തിൽ, യേശു എന്ന ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ അല്ലെങ്കിൽ പരിശുദ്ധിയിൽ നീ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടോ? യേശു എന്താണ് ഈ ലോകത്തോട് പറഞ്ഞു വെച്ച പരിശുദ്ധി? ആ പരിശുദ്ധിയിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ചിന്തകളെ ഭരിക്കേണ്ടത് പിശാചല്ല, മറിച്ച് യേശു ആയിരിക്കണം. എൻ്റെ മനോഭാവങ്ങളെ, എൻ്റെ ചിന്തകളെ, എൻ്റെ മനസ്സാക്ഷിയെ ക്രമീകരിക്കേണ്ടതും വഴി നടത്തേണ്ടതും ദൈവമാണ്, യേശുവാണെന്ന ചിന്ത. അല്ലാതെ പിശാച് പറയുന്നത് കേൾക്കാനും പിശാച് പറയുന്നത് അനുസരിക്കാനും ഞാനും നിങ്ങളും തുടങ്ങിയാൽ യഥാർത്ഥത്തിൽ നമുക്ക് തിന്മ കടന്നു പോകുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതുകൊണ്ട് ഒന്നാമത്, ക്രിസ്തു നിന്നെ ഭരിക്കുന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം, നിന്റെ വിശ്വാസം 10 ഇരട്ടിയായിട്ട് വർദ്ധിക്കും. രണ്ടാമത്തത്, പ്രത്യാശ നിന്നെ വഴി നടത്തും. മൂന്നാമത്തത്, സ്നേഹം കൊണ്ട് നീ നിന്നെയും മറ്റുള്ളവരെയും പൊതിയാൻ തുടങ്ങും. നാലാമതായിട്ട്, വിശുദ്ധിയായിരിക്കും നിന്റെ പരിചയമായിട്ട് മാറുക. മറ്റൊന്ന്, നിന്റെ വാക്കുകളിലും നിന്റെ പ്രവൃത്തികളിലും എളിമ എന്ന പുണ്യം നിറഞ്ഞിരിക്കും. ഈ 4-5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ യേശു അവിടുത്തെ പരിശുദ്ധിയും അവിടുത്തെ ജീവിതത്തോടും നീ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഞാനും നിങ്ങളും എവിടെയാണ് യേശുവിന് സ്ഥാനം കൊടുത്തത്? എൻ്റെ ജീവിതത്തിൻ്റെ വിശ്വാസത്തിൽ, എൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യാശയിൽ, എൻ്റെ ജീവിതത്തിൻ്റെ എളിമയിൽ, എൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധിയിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടോ? ഇങ്ങനൊരു ജീവിതം ഈ 2022 നമ്മൾ മാറ്റിവെക്കണം സ്നേഹമുള്ളവരെ. അങ്ങനെ വരുമ്പോൾ പൈശാചികമായ തിന്മയുടെ രൂപികൾ നമ്മിൽ നിന്ന് എന്നേക്കുമായിട്ട് വിട്ടുപോകാനുള്ള വലിയ ഒരു കൃപ ലഭിക്കും. സ്നേഹമുള്ളവരെ, നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത് രണ്ടാമത്തെ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. എന്താണ് രണ്ടാമത്തെ വഴി? നമ്മുടെ ജീവിതത്തിൽ പിശാചിൻ്റെ പ്രതികരണത്തിൽ അല്ലെങ്കിൽ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ രണ്ടാമത്തെ വഴി വ്യക്തിപരമായ പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമാണ് പേഴ്സണൽ പ്രയർ? ഒരു വ്യക്തിക്ക് പേഴ്സണലായിട്ട് ഒരു ദൈവവുമായിട്ടൊരു വ്യക്തി ബന്ധമുണ്ടെങ്കിൽ അത് പിശാചിന് ഒരിക്കലും കടന്നു വരാൻ സാധിക്കാത്ത ഒരു വലിയ വാതിലായിട്ട് മാറും. അതുകൊണ്ടാണ് ഒരു കുടുംബത്തിൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് പറയാൻ വേണമെങ്കിൽ കുടുംബ പ്രാർത്ഥന ഒരിക്കലും മുടക്കരുത്. പിശാചിനെ അലറുന്ന സിംഹത്തെ പോലെ ആരെ ഒരു കുടുംബത്തിൽ വിഴുങ്ങണമെന്ന് ചിന്തിക്കുമ്പോൾ ആ കുടുംബത്തിൽ ഒരു പ്രാർത്ഥനയുടെ സാന്നിധ്യവും സാമീപ്യവും ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ തിന്മയ്ക്കും തിന്മയുടെ സാന്നിധ്യങ്ങൾക്കും അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വരുന്ന പാപ സാഹചര്യങ്ങൾക്കും നിന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? വ്യക്തിപരമായി പ്രാർത്ഥിക്കും വേണം. നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രാർത്ഥനയുടെ ചൈതന്യം വേണം. നമുക്കറിയാം, പഴമക്കാരുടെ ജീവിതത്തിൽ ഇത്രയും മാത്രം സ്പിരിറ്റിൻ്റെ കൺട്രോളുകൾ ഉണ്ടായിരുന്നില്ല. പണ്ടൊക്കെയും കുടുംബങ്ങളുടെ പുറത്തു നിന്ന് മറ്റുള്ളവർ ചെയ്യുന്ന ചില തിന്മയുടെ അരൂപികൾ ഓരോ കുടുംബങ്ങളെ തകർക്കുന്നതായിരുന്നു പണ്ട് കാലത്തെ നമ്മുടെ കുടുംബങ്ങളിൽ കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് കാലത്ത്, ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ കാണുന്നത് സ്വന്തം കുടുംബത്തിൽ ആരും ഒന്നും ചെയ്തില്ലെങ്കിലും പാപം വർദ്ധിക്കപ്പെടുന്നൊരവസ്ഥ. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും ചില വ്യക്തികളെയും കുടുംബങ്ങളെയും സംസാരിക്കുമ്പോൾ ഈ തിന്മ വരാൻ കാരണം അവർ ഒത്തിരി നാളുകളായിട്ട് അവരുടെ കുടുംബത്തിലെ നല്ല പ്രാർത്ഥനാ രീതികളെ ഉപേക്ഷിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ പഴമക്കാർ ചെയ്യുന്നത് ഈ കുരിശുമണി അടിക്കുമ്പോൾ എല്ലാവരും മുട്ടുകുത്തി കർത്താവിൻ്റെ മാലാഖ ചൊല്ലും. അങ്ങനെ വരുമ്പോൾ ദേവാലയത്തിൽ അടിക്കപ്പെടുന്ന ഓരോ മണിക്ക്, ഉച്ചയ്ക്കായാലും 7 മണിക്കായാലും പുലർച്ചെയായാലും അവർ ആ ഒരു മണിനാഥം കേൾക്കുന്നത് അവർക്കൊരു അലർട്ടറാണ്. എന്താണ്? ദൈവത്തെ വിളിക്കാൻ, ദൈവത്തെ അപേക്ഷിക്കാൻ. അങ്ങനെ ജീവിതത്തിൻ്റെ 3 നേരങ്ങളിലും പ്രാർത്ഥന എന്ന ആഴം വരും. ഇന്ന് പലപ്പോഴും നമ്മുടെ വീട്ടിൽ മണിയടിക്കുമ്പോൾ ഭക്ഷണത്തിനുള്ള സമയമായി എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമായി മാറി. സ്നേഹമുള്ളവരെ, ഒരു തമാശ രീതിയിൽ അച്ഛൻ പറഞ്ഞു നിർത്തിയതല്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾക്ക് ആത്മീയത എന്താണെന്ന് പഠിപ്പിക്കാൻ മാതാപിതാക്കൾ മറന്നുപോകുക. അതുകൊണ്ട് തന്നെ ഇവർ പഠിച്ചു വരുന്ന വിദ്യാലയങ്ങളിൽ നിന്ന് ഭവനത്തിൻ്റെ 4 ചുമരുകളിലേക്ക് വരുമ്പോൾ അവർ കഴിച്ചതും കേട്ടതും അറിഞ്ഞതുമായ അശുദ്ധിയെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാം. ഒരു കാലഘട്ടത്തിൽ അപ്പനും അമ്മയും വിശുദ്ധി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇത് മാറിപ്പോയി. കാരണം എന്താ? മക്കൾ കൊണ്ടുവരുന്ന പാപത്തിൻ്റെ അശുദ്ധി ഇന്ന് മാതാപിതാക്കളെ വരെ പിടിച്ചു കുലുക്കുന്ന അവസ്ഥയിലേക്ക്. കാരണം ഇതാണ്, ആത്മീയത, കുടുംബ പ്രാർത്ഥനയുടെ സ്ഥാനമാണ്. പിശാചിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പിശാച് നോക്കുന്നത് കുടുംബത്തിൽ ആത്മീയതയില്ലെങ്കിൽ അവൻ്റെ അടിത്തറ വരെ ഇല്ലാതെയാക്കാൻ സാധിക്കും. ഞങ്ങളവരെ ചിന്തിക്കുക, നമ്മുടെയും കുടുംബ പ്രാർത്ഥനകൾ എപ്രകാരമാണ്? പിശാചിന് കയറി വരാനാണോ ഞാൻ പ്രാർത്ഥന ചെല്ലുന്നത്? ആത്മീയത ഉണ്ടാകണം.
വെറുതെ ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് 7 മണിയായി അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന ചൊല്ലിയില്ലെങ്കിൽ അതൊരു കടമായി മാറുമോ എന്ന് ചിന്തിച്ചിട്ടല്ല, മറിച്ച് ആത്മീയതയുടെ ആഴങ്ങളിൽ നിന്ന് ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥനകൾക്ക് ആഴത്തിൻ്റെ ഭക്തി ഉണ്ടാവുള്ളൂ. ഭക്തി ഒരു കൃപയാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപയാണ്. അതുണ്ടാകുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ആഴുണ്ടാവുള്ളൂ. ഇതുപോലെ തന്നെയാണ് സ്നേഹമുള്ള, നമുക്കൊരു വ്യക്തിപരമായ പ്രാർത്ഥന വേണം. ഒരു അപ്പൻ എന്ന നിലയ്ക്ക് ഞാൻ എപ്പോഴാണ് വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നത്? അമ്മ എന്ന നിലയ്ക്ക് എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ സമയമാണ്. ഒരു കുഞ്ഞ് എന്ന നിലയ്ക്ക്, ഒരു യുവാവ് എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു പുരോഹിതൻ എന്ന നിലയ്ക്ക്, ഒരു സിസ്റ്റർ എന്ന നിലയ്ക്ക്, ഒരു സന്യാസി എന്ന നിലയ്ക്ക് എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന. സ്നേഹമുള്ളവരെ, നമുക്കറിയാം ചാർജ് തീർന്നു പോയ മൊബൈൽ ഫോണ് ഒരിക്കലും പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. ചില കാറുകളിൽ ചാർജ് മുഴുവൻ ഇറങ്ങിപ്പോയാൽ പിന്നെ അതൊരു കമ്പനിയിൽ കൊണ്ടുപോയിട്ട് അതിൽ ചാർജ് കയറ്റണം, അല്ലാതെ വണ്ടി ഓടുകയില്ല. ഇതുപോലെ പല ആത്മീയ ജീവിതങ്ങളും ഈ കാലഘട്ടങ്ങളിൽ പൂർണ്ണമായ ചാർജ് ഇറങ്ങിപ്പോയി, ആത്മീയത ഇറങ്ങിപ്പോയി. പിന്നെ എങ്ങനെ ഉറകൂട്ടും? അതാണ്, ഉപ്പ് ഉറകിട്ട് പോയാൽ പിന്നെ എങ്ങനെ ഉറകൂട്ടും? ഉറകൂട്ടാൻ അതിന് കഴിയില്ല. അത് ചവിട്ടി മെതിക്കപ്പെടാനല്ലാതെ മറ്റൊന്നിനും കൊള്ളില്ല. ഇതാണ് ഇന്ന് പല കുടുംബങ്ങളിൽ സംഭവിക്കുന്നത്, പല യുവജനങ്ങളിൽ സംഭവിക്കുന്നത്, പല കുഞ്ഞുങ്ങളിൽ സംഭവിക്കുന്നത്, പല മാതാപിതാക്കളിൽ സംഭവിക്കുന്നത്. ഉറകിട്ടുപോയ ജീവിതങ്ങളായിട്ട് മാറി. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്കൊരു വ്യക്തിപരമായ പ്രാർത്ഥന വേണ്ടേ? യേശു വരെ നമുക്കറിയാം വ്യക്തിപരമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവൻ മലമുകളിൽ പോയിട്ട് തൻ്റെ പിതാവുമായിട്ട് ഒരു വ്യക്തിപരമായ ഒരു സംഭാഷണം നടന്നിട്ടുണ്ട്. പിതാവിൻ്റെ മുന്നിൽ ദൈവപുത്രനായ യേശു ക്രിസ്തു ചെയ്തുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഈ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ ആഴം വേണം. സ്നേഹമുള്ളവരെ, മൂന്നാമത്തെ നമ്മുടെ ജീവിതത്തിൽ പൈശാചിക പീഡകൾക്കെതിരെ ഉള്ള ആയുധം കൂദാശകൾ ഇടവിടാതെ സ്വീകരിക്കുക എന്നുള്ളതാണ്. കുംഭസാരം എന്ന കൂദാശ, വിശുദ്ധ കുർബാന എന്ന കൂദാശ നമുക്ക് ഇടവിടാതെ സ്വീകരിക്കാൻ സഭ തന്നിരിക്കുന്ന ഏറ്റവും വലിയ കൃപയാണ്. പിശാചിനെ ഏറ്റവും ദേഷ്യമുള്ള 2 കൂദാശകളാണ്, പ്രധാന കൂദാശകളാണ്. ഒന്ന് കുംഭസാരം, കുർബാൻ. കാരണം ദൈവാരൂപി ഒരു വ്യക്തിയിൽ എപ്പോഴും ജ്വലിക്കാൻ, മാമോദീസയിൽ കിട്ടിയത്, സൈർലേപനത്തിൽ കിട്ടിയത് നമ്മൾ ജ്വലിപ്പിക്കാൻ പറ്റുന്നതാണ് നമ്മൾ സ്വീകരിക്കുന്ന ഓരോ വിശുദ്ധമായ കുംഭസാരവും ഓരോ വിശുദ്ധ കുർബാനയും. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടങ്ങളിൽ കൂദാശകളിൽ നിന്ന് ജനത്തെ അകറ്റുകയാണ്. വർഷങ്ങളായിട്ട് കുമ്പസാരിക്കാത്ത ജീവിതം, പള്ളിയിൽ പോകാതെ ഓൺലൈനിൽ മാത്രം കുർബാന കണ്ട് ജീവിക്കുന്നവർ, എങ്ങനെ അവർക്ക് നിത്യജീവൻ കിട്ടും? നമുക്കറിയാം വിശുദ്ധ കുർബാനയെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ആര് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുന്നു അവനിലാണ് നിത്യജീവൻ ഉണ്ടാകുക. സ്നേഹമുള്ളവരെ, നമുക്കറിയാം ഓൺലൈൻ ശുശ്രൂഷകൾ കാണാനുള്ള അവസരങ്ങൾ നമുക്കുണ്ട്. അതിനൊരു കാരണമുണ്ട്. ആരോഗ്യമില്ലാത്തവർ, വയ്യാത്തവർ, അല്ലെങ്കിൽ നമുക്ക് ഈ കൊറോണ കാലഘട്ടമൊക്കെ മാറ്റിയപ്പോൾ പലപ്പോഴും നമ്മൾ ഇതിൽ മാത്രം ആശ്രയിച്ചു. അപ്പോൾ നിത്യജീവന്റെ അപ്പം എവിടെ നമ്മൾ ഭക്ഷിക്കും? നമ്മൾ ചെല്ലുന്നൊരു പ്രാർത്ഥന മാത്രമാണ്. എന്നാൽ നാവിൽ അലിഞ്ഞു ചേരാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അരൂപിയിൽ മാത്രം ചിന്തിച്ചിരുന്നാൽ പോരാ. അതുകൊണ്ട് യുവജനങ്ങളെ, കുഞ്ഞുമക്കളെ, ആരോഗ്യമുള്ള മാതാപിതാക്കളെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവം ചോദിക്കുന്നുണ്ട്. നാളെയിൽ നിനക്ക് ചിലപ്പോൾ കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാതിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നീ ആഗ്രഹിക്കാം എൻ്റെ ദൈവത്തെ എൻ്റെ നാവിലൊന്ന് അലിഞ്ഞു ചേരാൻ. എന്നാൽ നിനക്കത് സാധിക്കണമെന്നില്ല. നിങ്ങളവരെ അത് തിരിച്ചറിവിൻ്റെ ഒരു കാലഘട്ടമായിട്ട് മാറണം. ദേവാലയങ്ങൾ തുറക്കപ്പെട്ടിട്ടും ദേവാലയങ്ങളിൽ പോയി കുമ്പസാരിക്കാത്തവർ, ദേവാലയങ്ങൾ തുറക്കപ്പെട്ടിട്ടും ദിവ്യകാരുണ്യങ്ങൾ സ്വീകരിക്കാതെ ടിവിയുടെ മുന്നിൽ മാത്രം എങ്ങനെയൊക്കെയോ കുർബാന കണ്ട് അവസാനിപ്പിക്കാമെന്ന് ചിന്തിക്കരുത്. കാരണം ദൈവമെല്ലാം കാണുന്നു. അവനിൽ നിന്ന് മറഞ്ഞിരുന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നൊരു സത്യം തിരിച്ചറിവോടെ നമ്മളായിരിക്കണം. നമുക്കറിയാം ദാവീദ് പാപം ചെയ്തിട്ട് ഇരുന്നപ്പോൾ നാഥാൻ പ്രവാചകൻ വന്നിട്ട് അവനോട് പറയുന്നുണ്ട്, നീ ചെയ്ത പാപങ്ങളെല്ലാം കാണുന്നൊരു ദൈവമുണ്ടെന്ന് നീ അറിയാതെ പോയതാണ് നിന്റെ പാപത്തിൻ്റെ ഏറ്റവും വലിയ ഭാരമെന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, കൂദാശകൾ ഇടവിടാതെ സ്വീകരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്ക് എപ്പോഴും സ്വീകരിക്കാൻ കഴിവുള്ള കുംഭസാരവും കുർബാനയും ജീവിതത്തിൽ വന്ന പിശാച് തകർന്നു വീഴും. നിന്റെ കുടുംബത്തിൽ നിനക്ക് ചിലപ്പോൾ ഒരു അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിലും നീ നന്നായിട്ടൊന്ന് കുംഭസാരിച്ച് നോക്കി, കുർബാനയിലൊന്ന് സമർപ്പിച്ച് നോക്കി. അത് വിട്ടുപോകാത്ത ഒരു തിന്മയും ഈ കാലഘട്ടത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അത് തിരിച്ചറിയണം. അല്ലെങ്കിൽ വ്യക്തി ദൈവങ്ങളുടെ പുറകെ പോകുന്നവരായിട്ട് നമ്മൾ മാറരുത്. മറിച്ച് ജീവിക്കുന്നവനായ ഒരു ദൈവം അപ്പത്തിലുണ്ടെന്നുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും വലിയ കൃപയെന്ന് തിരിച്ചറിയുക. സ്നേഹമുള്ളവരെ, നാലാമത്തെ കാര്യം ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ്. പിശാചിനെ ഏറ്റവും അസ്വസ്ഥ ഉണ്ടാക്കുന്നതാണ്. നമുക്കറിയാം, ഒരു ചെവിട്ടിൽ തളച്ച എണ്ണ ഒഴിച്ചാൽ എങ്ങനെയുണ്ടോ? ആ ചെവി പഴുത്ത് ചീഞ്ഞു പോകും. ഇതുപോലെയാണ് പിശാചിന്. ഒരു വ്യക്തി മറ്റുള്ളവരെ സ്തുതിക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ എൻ്റെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയെ സ്തുതിച്ച് പറയുമ്പോൾ, ആ വ്യക്തിത്വത്തെ സ്തുതിക്കുമ്പോൾ പിശാചിന് അതൊരു പ്രശ്നമല്ല. എന്നാൽ ഞാനെന്ന വ്യക്തി
ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ അവൻ അസ്വസ്ഥയുണ്ടാവും. ഞാൻ ദൈവത്തെ ആരാധിക്കും, ഒന്നാം സ്ഥാനം ഞാൻ ദൈവത്തിന് കൊടുക്കും. എൻ്റെ കുടുംബത്തിലുള്ള എന്ത് വന്നാലും ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുക. അവിടെയാണ് അതിന് ജോബ് പറയുന്നത്, ദൈവമാണ് എനിക്ക് സഹനം തന്നേ, ദൈവമാണ് എൻ്റെ ജീവിതത്തിൽ ഈ തകർച്ച വന്നേ, അതുകൊണ്ട് ഞാൻ എല്ലാത്തിനെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അത് പിശാചിന് ഒരിക്കലും ഹൃദയത്തെ സ്വീകരിക്കാൻ പറ്റുന്നതല്ല. പരിശുദ്ധ അമ്മയ്ക്ക് 7 വ്യാകുലങ്ങൾ ഉണ്ടായപ്പോഴും ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അമ്മയുടെ മുഖം, അതാണ് അമ്മയെ സ്വർഗത്തോളം ഉയർത്തിയത്. ഞങ്ങളവരെ പിശാചിനെ എതിർക്കാനുള്ള ഏറ്റവും വലിയ കൃപ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ വീട്ടിൽ സ്തുതിക്കണം. മക്കളും ഒരുമിച്ചിരുന്ന് കൈയടിച്ച് പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കണം. പലപ്പോഴും ഓരോ വിവാഹ വിരുന്നിനും ഓരോ പാർട്ടി ആഘോഷങ്ങൾക്കും നമ്മുടെ വീട്ടിൽ വലിയ വലിയ സൗണ്ട് സ്പീക്കറുകൾ വെച്ച് കൈയടിച്ച് ഓളിയിട്ട് പാടുന്ന ദൈവജനത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ സ്നേഹമുള്ളവരെ, ഈ ജനം തന്നെ പള്ളിയുടെ ഒരു കൺവെൻഷന് നടക്കുമ്പോൾ അവരുടെ വീട് അതിന് മുന്നിലാണ്. എന്നിട്ട് അവർ കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്, അയ്യോ ഞങ്ങൾക്ക് ഈ പാട്ടും ആരാധനയും കേട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. വീട്ടിലിരുന്ന് മറ്റുള്ളവരെ ശല്യപ്പെടുത്തി അവരുടെ സ്വന്തം ആവശ്യത്തിന് ഒരു ദൈവജനത്തിൻ്റെ കൃപയിൽ വളരാൻ ദൈവജനം കൈയടിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരു കൂട്ടം മനുഷ്യർ അവരുടെ ആഘോഷങ്ങൾക്ക് അതൊരു അസ്വസ്ഥതയല്ല. എന്നാൽ ദൈവത്തെ ആരാധിക്കുന്നത് കാണുമ്പോൾ സ്നേഹമുള്ളവർ തിരിച്ചറിയുക, ഈ കാലഘട്ടങ്ങളിൽ തിന്മ വർദ്ധിക്കപ്പെടുമ്പോൾ ദൈവത്തെ ആരാധിക്കാൻ മനുഷ്യന് സമയമില്ല. ലോക ആഘോഷങ്ങൾ ഒരു പ്രശ്നവുമില്ല. എന്നാൽ ദൈവത്തെ ആരാധിക്കുന്നവരെ കാണുമ്പോൾ അവർക്ക് ഉറക്കം ഇല്ലാതെയാകുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഈ കാലഘട്ടങ്ങളിൽ കാണുന്ന സ്നേഹമുള്ളവരെ, ഞാൻ ആർക്കാണ് ഒന്നാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ തിരിച്ചറിയുക. 5-ാമത്തെ കാര്യം, മനഃപൂർവ്വം പാപങ്ങളിൽ നിന്ന് പിന്തിരിയുക. പിശാചിനെ തോൽപ്പിക്കാനുള്ളത് എനിക്കിത് പാപമാണെന്നറിയാം, വേണ്ടെന്ന് വെക്കുക. അതാണ് ഏറ്റവും വലിയ കൃപ. അതിനുള്ളൊരു കൃപ നമ്മൾ എപ്പോഴും ദൈവത്തോട് ചോദിക്കണം. ദൈവമേ, എനിക്കിത് പാപമാണെന്ന് അറിഞ്ഞിട്ട് അതിനൊന്ന് തോൽപ്പിച്ച് ജീവിക്കാനുള്ള കൃപ, അത് വേണ്ടെന്ന് വെക്കാനുള്ളൊരു കൃപ, അതാണ് 5-ാമതുമായിട്ട് നമുക്ക് വേണ്ടത്. അങ്ങനെ പിന്തിരിയുന്നവരെ പിശാചിന് അവരെ പിന്തിരിഞ്ഞ് തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം അവൻ്റെ പിന്നാലെ പോയിട്ട് അവനെ നശിപ്പിക്കാൻ നോക്കുമ്പോൾ അവൻ പിന്തിരിഞ്ഞ് പറയുകയാണ്, എനിക്ക് നിന്നേക്കാൾ ഇഷ്ടം ദൈവത്തെയാണ്. അപ്പോൾ പിന്നെ എങ്ങനെ അവൻ്റെ പിന്നാലെ പോകും? നമുക്കറിയാം, ഇപ്പം എൻ്റെ പിന്നാലെ വരുന്ന ഒരു നായ ഞാൻ അതിന് തീറ്റ കൊടുക്കുമെന്ന് ആഗ്രഹിച്ച് വരുമ്പോൾ ഞാൻ അതിനെ തിരിഞ്ഞ് കല്ലെറിയാൻ നോക്കിയാൽ പിന്നെ നായ എൻ്റെ പിന്നാലെ വരില്ല, അത് ഓടിപ്പോവും. ഇതുപോലെ ആയിരിക്കണം പിശാച്. എൻ്റെ പിന്നാലെ വന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ തിന്നാൻ ആഗ്രഹിക്കുന്ന, ഞാൻ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന നന്മകളെ പിടിച്ചെടുക്കാൻ നോക്കുന്ന നായയെപ്പോലെയുള്ള പിശാചിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥന കൊണ്ട്, വിശുദ്ധി കൊണ്ട് കല്ലെറിഞ്ഞ് അവനെ ഓടിപ്പിക്കണം. പിന്നെ ഒരിക്കലും നിന്റെ പുറകെ വന്ന് അവൻ നിന്നെ ശല്യപ്പെടുത്തില്ല. അത് നമ്മൾ തിരിച്ചറിയണം. സ്നേഹമുള്ളവരെ, 6-ാമത്തെ ഒരു കാര്യം, നമുക്ക് ദൈവം തന്ന മനോഹരമായൊരു പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന. എപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനം ഉണ്ടാകുന്നു, പാപസാഹചര്യം ഉണ്ടാകുന്നു, തിന്മയുമായിട്ടൊരു പോരാട്ടം ഉണ്ടാകുന്നു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയൂ? സ്വർഗത്തിലേക്ക് നോക്കുക, 2 കരങ്ങൾ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഇത് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ആ സമയം വിട്ടു. ഇതിൻ്റെ അവസാന വരി വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്ന് ഞങ്ങളെ കാക്കണം. ദൈവത്തിനെ എന്നെ കാക്കാൻ പറ്റുള്ളൂ. എൻ്റെ ദൈവം സ്വർഗത്തിൻ്റെ അപ്പനാണ്, എൻ്റെ അപ്പൻ എൻ്റെ ഏറ്റുപറച്ചിലാണ്. വിശ്വാസ പ്രമാണം അതുപോലെ ഒരു പ്രാർത്ഥനയാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് പിശാച് വിട്ടുപോകുന്ന ഒരു പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന, വിശ്വാസ പ്രമാണം എന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥനകൾ എന്നും നമ്മുടെ നാവിൽ എത്ര പ്രാവശ്യം ചൊല്ലാൻ പറ്റുമോ സുഹൃത ജപം പോലെ ചൊല്ലിക്കൂട്ടുകയോ പിശാചിന് നിന്റെ മേലുള്ള ആധിപത്യം കിട്ടും. 7-ാമത്തെ കാര്യം, പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയാണ്. നരകസർപ്പത്തിൻ്റെ തലയെ തകർക്കാൻ ദൈവം കൊടുത്തിരിക്കുന്ന അധികാരം പരിശുദ്ധ അമ്മയ്ക്കാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 3:15 പറഞ്ഞേ, നീയും സ്ത്രീയും തമ്മിലും അവളുടെ സന്തതി നിന്റെ സന്തതി തമ്മിൽ ഞാൻ ശത്രുതയുളവാക്കും, അവൻ നിന്റെ തല തകർക്കും. ഇത് പരിശുദ്ധ അമ്മയ്ക്ക് ആദ്യ മാതാപിതാക്കളുടെ പാപം വഴി അവർ സ്വർഗം നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടെ കൊടുത്തൊരു വാഗ്ദാനമാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് മക്കളെ, പരിശുദ്ധ അമ്മയോട് ഈ കാലഘട്ടത്തിൽ നമുക്ക് നല്ല ഭക്തി വേണം. യുഗാന്തി കാലഘട്ടങ്ങളിൽ ദൈവരാജ്യത്തെ വളർത്തുവാൻ ദൈവം അയച്ചിരിക്കുന്ന ഒരു മാലാഖയുടെ പേരാണ് പരിശുദ്ധ അമ്മ. അമ്മയെ കൂടാതെ നമുക്ക് ഈ കാലഘട്ടത്തെ വിവേചിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് സ്നേഹമുള്ള മക്കളെ, പരിശുദ്ധ അമ്മയോട് ഭക്തി. ഈ കാലഘട്ടങ്ങളിൽ ഒരിക്കൽ ഒരു മകൻ എന്നോട് പങ്കുവെച്ചിട്ടുണ്ട്, അച്ഛാ
എൻ്റെ മേൽ ഭയങ്കരമായൊരു സ്പിരിറ്റിൻ്റെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. എനിക്കിത് വിട്ടുപോകണില്ല. കൊറോണ ആയതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റിയില്ല. ഇവൻ എന്ത് ചെയ്തെന്നറിയോ? ആ മുറിയിലിരുന്ന് ഉറക്കെ പ്രാർത്ഥിച്ചു, നന്മ നിറഞ്ഞ മറിയും ഇങ്ങനെ പ്രാർത്ഥിച്ചു. അതിനുശേഷം എത്രയും ദൈവമുള്ള മാതാവേ, അങ്ങയുടെ സങ്കേതത്തിന് ഓടി വന്ന് എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഈ സമയം പറയാം, എൻ്റെ ശരീരത്തിൽ നിന്ന് സ്പിരിറ്റ് വിട്ടുപോകുന്ന ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. സഹോദരരെ, അമ്മ വിളിച്ചാൽ വെളിപ്പെടുത്തുന്ന ഞാനും നിങ്ങളുടെയും ആത്മീയ അമ്മയെ നമ്മൾ വിളിക്കണം. സ്നേഹമുള്ളവരെ, എട്ടാമതായിട്ട് കാവൽ മാലാഖയോട് പ്രാർത്ഥിക്കണം. നമുക്കൊരു കാവൽ മാലാഖയുണ്ട്, നമ്മളെ സഹായിക്കാൻ ദൈവം അയച്ച മാലാഖയോട്. ചെറുപ്പത്തിൽ നമ്മുടെ അപ്പനും അമ്മയ്ക്കും നമ്മളെ പഠിപ്പിച്ചിട്ട് മക്കളെ യാത്ര ചെയ്യുമ്പോൾ കാവൽ മാലാഖയുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാലഘട്ടങ്ങളിൽ സ്വന്തം കാവൽ മാലാഖയോട് പ്രാർത്ഥിക്കണം. അതുപോലെ മിഗായേൽ മാലാഖയുടെ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കണം. പിശാച് വിട്ടും ലയോ 13 മാർപ്പാപ്പ നമുക്ക് തന്ന ഡെലിവറൻസ് പ്രാർത്ഥനയാണ് മിഗായേൽ മാലാഖയുടെ പ്രാർത്ഥന. ഈ രണ്ട് പ്രാർത്ഥനകളും നിങ്ങൾ മറക്കാതെ ജീവിതത്തിൽ എന്നും പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ കൃപ കിട്ടും. ഒമ്പതാമത്തെ കാര്യം, നമുക്കൊരു ആത്മീയ ഉപദേഷ്ടാവ് എന്നും ഉണ്ടാകണം. പിശാച് വിട്ടുപോകാൻ നമ്മുടെ ജീവിതത്തിൽ ചില പ്രലോഭനങ്ങൾ, ചില പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്കായിട്ട് ഒരു ആത്മീയ ഉപദേഷ്ടാവിനെ നിങ്ങൾ കണ്ടെത്തണം. അത് നമുക്കറിയാം, നല്ല വൈദികരായിരിക്കാം, നല്ല ശുശ്രൂഷകരായിരിക്കാം, നല്ല സിസ്റ്റേഴ്സ് ആയിരിക്കാം. പെൺകുട്ടികൾ എപ്പോഴും സിസ്റ്റേഴ്സ് അങ്ങനെയുള്ള പലരെയും കണ്ടെത്തണം. ആത്മീയ ഉപദേഷ്ടാക്കൾ നമ്മളെപ്പോഴും ആത്മീയ കാര്യങ്ങൾ, നമുക്ക് വിശ്വാസം ഉണ്ടാകണം ഈ വ്യക്തി ആത്മീയതയിൽ ജീവിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആത്മീയ ഉപദേഷ്ടാവ് എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ളവരല്ല, ദൈവത്തിൻ്റെ കാര്യത്തിൽ വെള്ളം ചേർക്കാത്തവനെയാണ് ആത്മീയ മനുഷ്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്താലും കുഴപ്പമില്ലെന്ന് പറയുന്നതല്ല, എൻ്റെ തെറ്റിനെ തിരുത്തുന്ന വ്യക്തിയെ നമ്മൾ കണ്ടെത്തണം. സ്നേഹമുള്ളവരെ, പത്താമത്തത്, ദൈവത്തിൻ്റെ എല്ലാ ആത്മീയ ആയുധങ്ങളും നിങ്ങൾ സ്വീകരിക്കണം. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10-11 വരെ നിങ്ങൾ വായിക്കണം. അവിടെ പറയുന്നുണ്ട്, രക്ഷ, നീതി, സത്യം, സമാധാനം, വിശ്വാസം, ദൈവവചനം എന്നിവ നിങ്ങൾ ആയുധങ്ങളായി ധരിക്കണം. അങ്ങനെ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, നമ്മൾ മാംസത്തിനോ രക്തത്തിനോ എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾ, ആധിപത്യങ്ങൾ, ഈ അന്ധകാര ലോകത്തിൽ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടുള്ള പടവെട്ടൽ. എങ്ങനെ പടവെട്ടണം? ഒന്ന്, രക്ഷ, ദൈവത്തിൽ എനിക്ക് രക്ഷയുണ്ടെന്നുള്ള സത്യം. പിന്നെ നീതി, സത്യത്തിന് വേണ്ടി നിലനിൽക്കണം, സത്യം മാത്രം പറയണം, സമാധാനം സ്ഥാപിക്കണം ഈ ലോകത്ത്. പിന്നെ അഞ്ചാമത്തത്, വിശ്വാസം ഉണ്ടാകണം. അതുപോലെ ദൈവവചനം മാത്രം വിശ്വസിച്ച് ആ വചനത്തിനനുസരിച്ച് ജീവിക്കണം. സ്നേഹമുള്ളവരെ, ആ ഒരു കൃപ നിങ്ങളുടെ ജീവിതത്തിൽ നിറയാൻ ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പാം. ഈ 10 വഴികൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടട്ടെ. ആത്മീയമായ ഒരു ജീവിതത്തിന് വേണ്ടി ദൈവമേ ഒരുങ്ങിയിരിക്കുന്ന ഈ നിത്യജീവൻ ശുശ്രൂഷയിലെ എല്ലാ ദൈവജനത്തെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ 10 വഴികൾ വഴി ഇവരുപയോഗിക്കുമ്പോൾ പൈശാചിക പീഡകൾ വിട്ടുപോകാൻ എനിക്ക് ലഭിച്ച പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് ഈ മക്കളെ ദൈവനാമത്തിൽ ഞാൻ മുദ്രവെക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.